സംസ്ഥാനത്തെ വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറെ നാളായി കാത്തിരുന്ന പെൻഷൻ തുക ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 3 മാസത്തെ പെൻഷൻ തുകയാണ് നൽകുന്നത്. ഇതിനായി സംസ്ഥാന സർക്കാർ 34 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ചാണ് വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നത്. പെൻഷൻ ലഭിക്കാതെ കാത്തിരുന്ന പല ജീവനക്കാർക്കും ഇത് വലിയ ആശ്വാസമാണ്. ഏറെക്കാലമായി പെൻഷൻ തുക ലഭിക്കാത്തതിനാൽ പലരും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. വീട്ടിലെ ചെലവുകൾക്കും മരുന്നിനും മറ്റു ആവശ്യങ്ങൾക്കും പെൻഷൻ തുക ഏറെ പ്രധാനമാണ്. സർക്കാർ ഇപ്പോൾ അനുവദിച്ച തുകയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. 3 മാസത്തെ പെൻഷൻ തുക വിരമിച്ച ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും. അങ്കണവാടി പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 2 ഘട്ടങ്ങളിലായി 34 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. ഈ തുകയിൽ നിന്നാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കുന്നത്. വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് നൽകാനുള്ള പെൻഷൻ കുടിശ്ശികയും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുകയാണ് ഇപ്പോൾ നൽകുന്നത്. പെൻഷൻ കിട്ടുമോ എന്ന ആശങ്കയിൽ കഴിഞ്ഞിരുന്ന ജീവനക്കാർക്ക് സർക്കാരിന്റെ പുതിയ തീരുമാനം വലിയ ആശ്വാസമാണ്. ബാങ്ക് അക്കൗണ്ടിലൂടെ തുക ലഭിക്കുന്നതിനാൽ ജീവനക്കാർക്ക് നേരിട്ട് തുക കൈപ്പറ്റാം. ആദ്യഘട്ടത്തിൽ 3 മാസത്തെ പെൻഷൻ നൽകും. തുടർന്ന് ബാക്കി തുക കൂടി നൽകാനാണ് സർക്കാർ തീരുമാനം. ഓണം അടുത്തെത്തുന്ന സമയത്താണ് പെൻഷൻ വിതരണം തുടങ്ങുന്നത്. ആയതിനാൽ തന്നെ വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് ഈ തുക വളരെ സഹായകരമാകും. ഓണത്തിന് മുൻപ് പെൻഷൻ തുക നൽകുമെന്ന് മന്ത്രി നേരത്തെ തന്നെ വിരമിച്ച ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ആ ഉറപ്പ് പാലിക്കുകയാണ് സർക്കാർ. ഓണം പോലുള്ള ആഘോഷ സമയത്ത് ഓരോ കുടുംബത്തിനും കൂടുതൽ ചെലവുകൾ ഉണ്ടാകും. വസ്ത്രം, ഭക്ഷണം, മരുന്ന്, വീട്ടിലെ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി പണം വേണം. ഈ സമയത്ത് പെൻഷൻ തുക ലഭിക്കുന്നത് ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും സഹായകമാകും. വിരമിച്ച ശേഷം സ്ഥിരമായി ലഭിക്കുന്ന പെൻഷൻ പല ജീവനക്കാരുടെയും പ്രധാന വരുമാനമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ വൈകുന്നത് അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും. ആദ്യഘട്ടത്തിൽ 3 മാസത്തെ പെൻഷൻ നൽകിയ ശേഷം ബാക്കി തുകയും വിതരണം ചെയ്യുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ഈ മാസം അവസാനത്തോടെ ശേഷിക്കുന്ന പെൻഷൻ തുക കൂടി നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോൾ 3 മാസത്തെ തുക ലഭിക്കുന്നവർക്ക് അടുത്ത ഘട്ടത്തിൽ ബാക്കി കുടിശ്ശികയും ലഭിക്കും. പെൻഷൻ പൂർണ്ണമായി നൽകാനുള്ള നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക സർക്കാർ അനുവദിച്ചതിനാൽ ഇനി തുക ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. കുട്ടികളുടെയും അമ്മമാരുടെയും ക്ഷേമത്തിനായി അങ്കണവാടി ജീവനക്കാർ നൽകുന്ന സേവനം വളരെ പ്രധാനമാണ്. ചെറിയ കുട്ടികളുടെ പരിചരണം, പോഷകാഹാരം, ആരോഗ്യ വിവരങ്ങൾ, ഗർഭിണികൾക്കും അമ്മമാർക്കും വേണ്ട സഹായം തുടങ്ങി പല കാര്യങ്ങളിലും അങ്കണവാടി ജീവനക്കാർ പങ്കാളികളാണ്. നാട്ടിലെ പല കുടുംബങ്ങൾക്കും അങ്കണവാടി ജീവനക്കാരുടെ സേവനം ഏറെ അടുത്തതാണ്. കുട്ടികളുടെ വളർച്ചയിലും ആരോഗ്യത്തിലും ഇവർ വലിയ പങ്ക് വഹിക്കുന്നു. വർഷങ്ങളോളം ഈ മേഖലയിൽ ജോലി ചെയ്ത ശേഷമാണ് പല ജീവനക്കാരും വിരമിക്കുന്നത്. വിരമിച്ച ശേഷമുള്ള ജീവിതത്തിൽ പെൻഷൻ ഒരു പ്രധാന ആശ്രയമാണ്. ആയതിനാൽ പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. പെൻഷൻ വൈകുന്നതിനെ കുറിച്ച് വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്കിടയിൽ ആശങ്ക ഉണ്ടായിരുന്നു. പലരും തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ 3 മാസത്തെ പെൻഷൻ നൽകാൻ നടപടി തുടങ്ങിയതോടെ ആ ആശങ്കയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകുകയാണ്. 34 കോടി രൂപ അനുവദിച്ചതും ബാക്കി തുക ഈ മാസം തന്നെ നൽകുമെന്ന അറിയിപ്പും ജീവനക്കാർക്ക് പ്രതീക്ഷ നൽകുന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തുന്നതോടെ ജീവനക്കാർക്ക് തുക ഉപയോഗിക്കാനും എളുപ്പമാകും. വീട്ടിലെ ആവശ്യങ്ങൾ, ചികിത്സ, മരുന്ന്, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാം. ആദ്യഘട്ടത്തിലെ 3 മാസത്തെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇനി ബാക്കി പെൻഷൻ തുക എപ്പോൾ ലഭിക്കും എന്നതിലാണ് വിരമിച്ച ജീവനക്കാരുടെ ശ്രദ്ധ. ഈ മാസം അവസാനത്തോടെ ശേഷിക്കുന്ന തുകയും നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആയതിനാൽ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഉടൻ തന്നെ മുഴുവൻ തുകയും ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് അവരുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി ആവശ്യമായ തുക അനുവദിച്ചു കഴിഞ്ഞു. ഓണത്തിന് മുൻപ് പെൻഷൻ ലഭിക്കുന്നത് പല കുടുംബങ്ങൾക്കും വലിയ സഹായമാകും. ഏറെ നാളായി കാത്തിരുന്ന തുക ലഭിക്കുന്നതോടെ വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.